തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള വിഷൻ എന്ന് പറയുമ്പോൾ 30 ലക്ഷം ഡിജിറ്റൽ കണക്ടിവിറ്റിയും 13 ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുമായി കേരള വിഷൻ കേരളത്തിൽ 1ാം സ്ഥാനത്തും രാജ്യത്ത് 4ാം സ്ഥാനത്തുമാണുള്ളത്. വൻകിട കോർപ്പറേറ്റ് കമ്പനികളോട് മത്സരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ കുറഞ്ഞ നിരക്കിൽ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്നത് കേരള വിഷൻ മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സന്തോഷമാണ് തീർച്ചയായിട്ടും കേരള വിഷൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷം ഈ ഒരു ടൈമിൽ നല്ലൊരു കയ്യടി നൽകി തന്നെ എക്സ്പ്രസ് ചെയ്യാം, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, 2 പതിറ്റാണ്ട് കാലത്തെ സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഉപഭോക്താക്കൾക്കായി വിവിധ ജനകീയ പദ്ധതികളാണ് കേരള വിഷൻ നടപ്പിലാക്കി വരുന്നത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി മികച്ച കുടുംബശ്രീ യൂണിറ്റുകളെ ആദരിക്കൽ, ഗവൺമെൻറ് ആശുപത്രികളിൽ ജനിച്ചു വീഴുന്ന നവജാത ശിശുക്കൾക്കായി നൽകുന്ന എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്, വയനാട് മൊണ്ടക്കൈസ് ദുരന്തത്തിൽപ്പെട്ടവർക്കായി നൽകിയ സഹായനിധി, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആംബുലൻസ് സർവീസ് തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ്. ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ രംഗത്ത് 3 ലക്ഷം ഉപഭോക്താക്കളുമായി കൊല്ലം ജില്ലയിൽ മുന്നേറുന്ന സൗത്ത് വിഷൻ കേരള വിഷൻ്റെ ജില്ലാ ചാനലും ജില്ലാ ഡിസ്ട്രിബ്യൂട്ടറുമാണ്. ജനങ്ങളെ കേവലം ഉപഭോക്താക്കൾ മാത്രമായി കാണാതെ അവരെ ചേർത്ത് നിർത്തി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊരു ജനകീയ ബദൽ എന്ന നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് കേരള വിഷൻ സൗത്ത് വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സഹകരണത്തോടു കൂടി സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡ് 2025 എന്ന വിദ്യാഭ്യാസ പുരസ്കാരം സംഘടിപ്പിച്ചിരിക്കുന്നത്. 2024-2025 അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കേരള വിഷൻ ഉപഭോക്താക്കളുടെ കുട്ടികളെയാണ് ആദരിക്കുന്നത്. 670 വിദ്യാർത്ഥികളാണ് സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡിന് അർഹരായിട്ടുള്ളത്. അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള എല്ലാ മിടുക്കരായ വിദ്യാർത്ഥികളെയും കുടുംബാംഗങ്ങളെയും ഏറെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് സ്റ്റുഡൻസ്, നിങ്ങളാണ് ആക്ച്വലി ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത്. നിങ്ങളാണ് ഇന്നത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. സോ എല്ലാവരും റെഡിയാണോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? കേൾക്കുന്നില്ലോ, സൗണ്ട് കേൾക്കുന്നില്ല. റെഡിയാണോ? ആണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ സ്റ്റുഡൻസും പരസ്പരം നല്ലൊരു കയ്യടി നൽകി തന്നെ നമുക്കൊരു അഭിനന്ദനം അറിയിക്കാം, നല്ലൊരു ക്ലാപ്പ്. ഓക്കെ, ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ടു കേരള വിഷൻ സൗത്ത് വിഷൻ സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡ് 2025. സോ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രോഗ്രാംസിലേക്ക്, സെറമണീസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷൻ ശ്രീ ബിനു പി, ചെയർമാൻ ഓഫ് സൗത്ത് വോയ്സ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു പോഡിയത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഏവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരള വിഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ 5000-ഓളം ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടനയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കീഴിൽ വരുന്ന കേരള വിഷൻ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് രംഗത്ത് കേരളത്തിൽ 1ാം സ്ഥാനത്തും ഇന്ത്യയിൽ 4ാം സ്ഥാനത്തും എത്തി നിൽക്കുകയാണ്. ഈ കേരള വിഷൻ്റെ വിജയത്തിൽ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ പൊതു സംവിധാനം, അതായത് ജില്ലാ കമ്പനികളുണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയിലെ കമ്പനിയായ സൗത്ത് വിഷൻ 3 ലക്ഷത്തിൽ പരം വീടുകളിൽ ഇൻ്റർനെറ്റും ഡിജിറ്റൽ TVയും എത്തിക്കുകയും അവരുടെ കുട്ടികളെ ഉന്നത വിജയം നേടിയ 10ാം ക്ലാസ്സും +2 വരുന്ന കുട്ടികളെ ആദരിക്കുക എന്നൊരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഒരു ആശയം ഞങ്ങളുടെ ബോർഡിലേക്ക് വെച്ചത് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ബിനു ശിവദാസാണ്. അപ്പോഴൊക്കെ നമ്മൾക്ക് എത്ര കുട്ടികൾ ഇതിൽ പങ്കെടുക്കുമെന്നോ ഒന്നും പ്രതീക്ഷയില്ലായിരുന്നു. നമ്മൾ മാക്സിമം ഒരു 300 കുട്ടികളെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഞങ്ങളുടെ കണക്കൊക്കെ തെറ്റിച്ചുകൊണ്ട് ആവറേജ് ഒരു 670-700 കുട്ടികൾ ലിസ്റ്റാണ് നമുക്ക് വന്നത്. അങ്ങനെ 670 കുട്ടികളുടെ മൊമെൻ്റോ വിതരണമാണ് ഇന്ന് നടക്കുന്നത്. 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 സെക്ഷൻ, ആദ്യത്തെ സെക്ഷൻ ഒരു 350ഓളം കുട്ടികളെ മണ്ഡല ബേസ് ചെയ്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യത്തെ സെക്ഷൻ. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് അടുത്ത സെക്ഷൻ ആരംഭിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് ആമുഖമായി ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. കൊല്ലം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം 3 ലക്ഷം കണക്ടിവിറ്റി ഉണ്ട്. നമ്മൾ എല്ലാ ഓപ്പറേറ്റർ ബേസിലും ഒക്കെ നല്ല രീതിയിൽ സേവനം നൽകി വരുന്നുണ്ട്. കേരള വിഷൻ്റെ സപ്പോർട്ട് വളരെയധികം നല്ല രീതിയിൽ പൊതു സംവിധാനത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സൗത്ത് വോയിസിനെ സംബന്ധിച്ചിടത്തോളം 3 ലക്ഷം, ഞാൻ പറഞ്ഞതുപോലെ 3 ലക്ഷം
കണക്ടിവിറ്റിയും കൊല്ലം ജില്ലാ ചാനലായ സൗത്ത് വിഷനും നമ്മൾ ഇവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടനം മന്ത്രി ചിഞ്ചുറാണിയാണ്. അത് ഏകദേശം 11 മണിയോളം എത്തിച്ചേരുകയുള്ളൂ. അപ്പം ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അത് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ഇത്രയും കുട്ടികൾ ഇവിടെ എത്തിയിരിക്കുന്നതുകൊണ്ട് സമയബന്ധിതമായിട്ട് ഈ പരിപാടി പൂർത്തീകരിക്കേണ്ടതും കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പരിപാടി ചടങ്ങ് ആരംഭിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗത്തിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. സോ പോഡിയത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു മാനേജിംഗ് ഡയറക്ടർ ഓഫ് സൗത്ത് വോയിസ് ശ്രീ ബിനു ശിവദാസ്. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ പോഡിയത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലുള്ള സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ, ന്യൂസ് കമ്പനിയുടെ ചെയർമാൻ ശ്രീ PS സിബി, സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘടനാ നേതാക്കൾ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സൗത്ത് വോയിസ് എന്ന പേരിൽ കൊല്ലത്ത് ഈ കമ്പനി രൂപീകരിച്ചിട്ട് ഏതാണ്ട് 1.5 വർഷക്കാലമായിട്ടുള്ളൂ. ഈ കമ്പനി സൗത്ത് വോയിസ് എന്ന പേരിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഞങ്ങൾ സുപരിചിതരാകുന്നത് കേരള വിഷൻ എന്ന പേരിലാണ്. അതുതന്നെയാണ്, അങ്ങനെ ഞങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കേറെ അഭിമാനവും സന്തോഷവും അങ്ങനെ തന്നെയാണ്. ഇത്തരമൊരു വേദിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കേരള വിഷൻ്റെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ സംഘടനാ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു വേദി, അല്ലെങ്കിൽ ഞങ്ങൾ വേദികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് നിത്യേന നടക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കുമേ അതൊരു പുതുമയല്ല. പക്ഷേ ഇത്തരം വേദികളിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നത്. കാരണം ഞങ്ങൾക്കിതൊരു വേദിയും സദസ്സും എന്നുള്ളൊരു വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്കിതിനകത്ത് കിട്ടുക. അത് ഞങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസവും സന്തോഷവും വളരെ വളരെ ഏറെയാണ്. ഇത്തരമൊരു അവാർഡ് സംഘടിപ്പിക്കുവാൻ കൊല്ലം ജില്ലാ കമ്പനിയായ സൗത്ത് വിഷൻ തീരുമാനിച്ചത് അതൊരു കൊല്ലത്തിനൊരു പുതുമയാണെങ്കിൽ പോലും കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം മറ്റു ജില്ലകളിലൊക്കെ നമ്മളുടെ ഇത്തരമുള്ള സമാന്തര കമ്പനികൾ ഇത്തരം അവാർഡ് ഫംഗ്ഷനുകളൊക്കെ നടത്തി വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു കേരള വിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ടെലിവിഷൻ സിഗ്നലും ബ്രോഡ്ബാൻഡും ഒക്കെ വിതരണം ചെയ്യുന്ന നിങ്ങളുടെ നാട്ടിലെ ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലത്തെ പരിചയമുള്ള ഒരു വ്യക്തിയുടെ മുഖമാവും ഓർമ്മ വരിക. അതിനപ്പുറത്തേക്ക് കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനി എന്താണെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല എന്നുള്ളതാണ്. കാരണം അതിനപ്പുറത്തേക്ക് കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനിയെ മനസ്സിലാക്കേണ്ടതായ ഒരു തലം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ ഏതാണ്ട് 10-25 വർഷമായി കേരളത്തിൽ ഡിജിറ്റൽ സിഗ്നലും ഇൻ്റർനെറ്റ് സിഗ്നലും ഒക്കെ വിതരണം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ നാടിൻ്റെ സാധാരണക്കാരൻ്റെ മനസ്സിനോട് ചേർന്ന് നിന്ന് വ്യത്യസ്തങ്ങളായ
സമൂഹത്തിന് ഏറെ സ്വീകാര്യമായ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധയും പ്രവർത്തനങ്ങൾക്ക് കരുതലും ആ സാധാരണക്കാർക്ക് ആവശ്യമായ നിലപാടുകളും എടുക്കുന്ന ഒരു കമ്പനിയാണ് കേരള വിഷൻ. ഇന്ന് നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഈ സദസ്സിൽ വ്യത്യസ്തങ്ങളായ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് ഉണ്ടാവുക. അതൊരു പക്ഷേ ഗവൺമെൻറ് തലത്തിലോ പ്രൈവറ്റ് സെക്ടറിലോ ഒക്കെ ജോലി ചെയ്യുന്നവരും, നിത്യേന ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരും, അല്ലെങ്കിൽ ചെറിയ വ്യവസായികളും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം. പക്ഷെ നമുക്കൊക്കെ വളരെ വ്യക്തമായ ഒരു കാര്യം നമുക്ക് ബോധ്യമുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിന് വളരെയേറെ പ്രയാസം നേരിടുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് വ്യവസായികളെ സംബന്ധിച്ച്, ചെറുകിട വ്യവസായികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ കേരള വിഷൻ ഓരോ തലങ്ങളും പരിശോധിക്കുമ്പോൾ, കേരള വിഷൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമുഖത്തൊക്കെ നിങ്ങളിപ്പോൾ ഒന്നുകൂടി ഒന്ന് കണ്ണോടിച്ചാൽ അവിടെയൊക്കെ കേരള വിഷനെ കാണാൻ കഴിയും. കേരള വിഷനെ കാണാൻ കഴിയുകയേ ഉള്ളൂ എന്നുള്ളതാണ്. അത് കേരളം കണ്ട ഏറ്റവും ഭയാനകമായ ഒരു പ്രളയത്തിലും, ലോകം മരവിച്ചു നിന്നുപോയ കോവിഡ് എന്ന മഹാമാരിയിലും, സമീപഘട്ടത്തിൽ കേരളത്തിൻ്റെ എല്ലാ മനസ്സുകളെയും നൊമ്പരപ്പെടുത്തിയ വയനാട് ഉരുൾപൊട്ടലും ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ നമ്മുടെ കമ്പനി, എൻ്റെയും നിങ്ങളുടെയും കമ്പനിയായ കേരള വിഷൻ ഒരു കൈത്താങ്ങായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നാട്ടിലേക്ക് ഇതേ മേഖലയിലോ വ്യത്യസ്ത മേഖലയിലോ കടന്നു വന്നിട്ടുള്ള ഒരു വൻകിട കമ്പനികളും ഈ നാടിൻ്റെ സാധാരണക്കാരൻ്റെ മനസ്സിനോട് ചേർന്ന് നിന്ന ചരിത്രം ലെവലേശ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. അപ്പോൾ 25 വർഷത്തിനപ്പുറത്ത് ഒരു സ്വയം തൊഴിലെന്ന രീതിയിലേക്ക് ഈ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു ചെറിയ വ്യവസായി, ഒരു കേബിൾ ടി വി ഓപ്പറേറ്റർ ഇന്ന് വ്യത്യസ്ത തലങ്ങളിലൂടെ അവൻ്റെ നാടിന്, അയാളുടെ ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത തലങ്ങളിൽ അവർക്ക് ഗുണകരമാകുന്ന നിലപാടുകളെടുത്ത് അവർക്ക് ഗുണകരമാകുന്ന വ്യത്യസ്ത രീതികളിലുള്ള സഹായങ്ങളുമായി അയാളിപ്പോൾ ആ നാട്ടിൽ ഇന്നും ഈ കാൽനൂറ്റാണ്ടിനിപ്പുറവും തുടരുന്നു എന്ന് പറയുന്നത് അയാളുടെ സത്യസന്ധമായ ആത്മാർത്ഥമായ നിലപാടിൻ്റെ ഭാഗമാണ്. ഇന്ന് ഞങ്ങളിങ്ങനെ ഒരു അവാർഡ് വാങ്ങാനായി, അല്ലെങ്കിൽ ഇതിലേറ്റവും മിടുക്കികളായ വിദ്യാർത്ഥികളാണ് ഇന്ന് ഈ അവാർഡ് വാങ്ങുന്നത്. നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടതായ സാഹചര്യം വരുന്നത് എന്തുകൊണ്ടെന്നാൽ, ഇപ്പോൾ കൊല്ലത്ത് എഴുതിയ എല്ലാ കുട്ടികളും A+ വാങ്ങിയവരല്ല, അല്ലെ A1 വാങ്ങിയവരല്ല, അല്ലെ 90% ICSE സിലബസിൽ വാങ്ങിയിട്ടുള്ളവരല്ല. പക്ഷെ നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് എല്ലാവരെയും ഒരേ വേദിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിമിതികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തതുകൊണ്ടാണ് ഈ ഹാളിൽ എല്ലാ കുട്ടികൾക്കും വരാതിരിക്കാൻ കഴിഞ്ഞു. ഒരു മാർക്കിന് വേണ്ടി ഒരു വിഷയത്തിന് A+ നഷ്ടപ്പെട്ടവരോ A1 നഷ്ടപ്പെട്ടവരോ നമ്മുടെ ബെഞ്ചിൻ്റെ തൊട്ടടുത്തിരുന്നവരുണ്ട്. ഞങ്ങൾക്കും അവരെ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്, ആത്മാർത്ഥമായ വിഷമമുണ്ട്. പക്ഷേ അത് നമുക്ക് ഒരു പരിപാടിയുടെ വ്യാപ്തിയെ ബാധിക്കും, ആ പരിപാടി നമുക്ക് സംഘടിപ്പിക്കുന്നതിനകത്തുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് എപ്പോഴും പറയാനുള്ളത്, കാരണം ഒരു 25 വർഷമായ ഒരു വ്യവസായം എന്ന രീതിയിൽ ഞങ്ങൾ ഇന്നത്തെ ഈ നിലയിലേക്ക്, കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് രാജ്യത്തിന് മാതൃകയായ ഒരു കമ്പനിയാണ് കേരള വിഷൻ. ചെറുകിട കച്ചവട മേഖലകൾക്ക് വലിയ ഊർജ്ജം പകരുന്ന ഒരു കമ്പനിയാണ് കേരള വിഷൻ. വലിയ വലിയ കമ്പനികൾ ഈ നാട്ടിലെ ചെറിയ ചെറിയ കച്ചവടക്കാരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ നഷ്ടപ്പെടുത്തി വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിത് അതിലേക്ക് നമ്മളെ ആകർഷിക്കുമ്പോൾ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ചുവട് പിടിച്ച് നമ്മളൊക്കെ ആ സാധാരണക്കാരനെ മറന്നിട്ട് മറ്റൊരു സംസ്കാരത്തിലേക്ക് കയറിപ്പോവുകയാണ്. നമ്മൾ പോലും അറിയാതെ അത് സംഭവിക്കുകയാണ്. അത് ആരുടെയും കുറ്റമല്ല, ഒരു നാടിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളൊക്കെ ആ സംസ്കാരത്തെ വല്ലാണ്ട് സ്നേഹിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ അതിനുവേണ്ടി പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി അവരെ നമ്മൾ പ്രഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ സംസ്കാരത്തിലേക്ക് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 1-2 വർഷമായി കേരളത്തിൻ്റെ മാതാപിതാക്കൾ വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്, വല്ലാതെ അവർ നൊമ്പരപ്പെടുന്നുണ്ട്. കാരണം എൻ്റെ അടുത്ത തലമുറ എൻ്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് എൻ്റെ നാടിൻ്റെ സംസ്കാരത്തിലേക്ക്, എൻ്റെ നാടിൻ്റെ സംസ്കാരവും നൈർമല്യവും ഞാൻ പിന്തുടർന്നു വന്ന ആ പാരമ്പര്യവും ഒക്കെ വിട്ടിട്ട് എൻ്റെ ഒരു തലമുറ മറ്റൊരു ലോകത്തേക്ക് ചേക്കേറുന്നു. അത് ഈ നാട് വേണ്ടാത്തവരായി, അവരുടെ മാതാപിതാക്കളെ വേണ്ടാത്തവരായി, അവരുടെ ഈ നാടിൻ്റെ സ്നേഹവും നൈർമല്യവും സംസ്കാരവും വേണ്ടാത്തവരായി അവർ മറ്റൊരു പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ ഏറെ ദുഃഖകരമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്
ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു തലമുറ അവർക്ക് മറ്റൊരു തലത്തിൽ അവർ ആസ്വദിക്കാൻ, അവരുടെ ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തെ, അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന ഒരു തലമുറ അവൻ്റെ ഒഴിവ് സമയങ്ങളെ എങ്ങനെയാണോ അവൻ ആസ്വദിച്ചിരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതുതലമുറ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തലത്തിലേക്ക്, എല്ലാവരെയും അല്ല കേട്ടോ, ഒരു പുതുതലമുറ ഈ തലമുറയുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരെ പറയുന്നത്. അവരൊരു മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകുന്നത് നമുക്കൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ചില കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കേരള വിഷൻ ഒരു ക്യാമ്പയിന് തുടക്കമാവുകയാണ്. ഒരു ലഹരിമുക്ത കേരളം, സമ്പൂർണ്ണമായ ഒരു ലഹരിമുക്ത കേരളം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് നമ്മൾ കേരള വിഷൻ തുടക്കം കുറിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഒരു കുഞ്ഞ് ഇന്ന് ഒരുപക്ഷെ ഈ മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തർക്കും നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്തായി തീരണം എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ കുഞ്ഞ് ആരായി കാണണം, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ എല്ലാം നിങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം, അതിൻ്റെ ജോലി, അതിൻ്റെ ഫ്യൂച്ചർ, അതിൻ്റെ വിവാഹം, അതിൻ്റെ തലമുറ, ഇതൊക്കെ നമ്മൾ കരുതലോടുകൂടി ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. അതിനപ്പുറത്തേക്ക് കേരള വിഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ കൈത്താങ്ങ് നിങ്ങൾക്ക് അതിൽ എവിടെയെങ്കിലും ഒരു ഇടർച്ച ഉണ്ടായാൽ അതിനൊരു കൈത്താങ്ങ് കേരള വിഷൻ്റെ ഉണ്ടാകുമെന്നൊരു ഉറപ്പും ഞങ്ങൾ പറയുകയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഓരോ ദിവസവും അതിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ അവരെ പ്രയത്നിക്കാൻ, അവരെ കഠിനാധ്വാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട മറ്റൊരു കാര്യം, നീ ആദ്യം ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. നിനക്ക് സഹജീവികളോട് കാരുണയുള്ള, നിങ്ങളുടെ സഹജീവനോട് സഹാനുഭൂതിയുള്ള ഒരു നല്ല മനുഷ്യനായി എൻ്റെ മകൻ, എൻ്റെ മകൾ വളരുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ചിന്ത നമുക്കുണ്ടായേ പറ്റൂ. കാരണം അവനൊരു നല്ല മനുഷ്യനല്ല എങ്കിൽ അവനിൽ ആരായാലും, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഏത് തലങ്ങളിലേക്ക് അവനെത്തിയാലും അത് സമൂഹത്തിന് ഗുണപ്പെടില്ല. ഒരു തരത്തിലും അവൻ ഈ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലേക്കല്ല. അവനൊരു വലിയ നല്ല ഡോക്ടറായി, അവനൊരു നല്ല മനുഷ്യനല്ലെങ്കിൽ ആ ഡോക്ടറെ കൊണ്ട് എന്ത് ഗുണം? അവനൊരു വലിയ സയൻറ്റിസ്റ്റായി, ഒരു മറ്റേതെങ്കിലും IT ഫീൽഡിലോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കറോ എന്തു തന്നെ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ സമീപഘട്ടത്തിൽ കേട്ട എത്രയോ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഒരു അധ്യാപികയുടെ അവരുടെ ഒരു നിലപാട് നമ്മൾ വേദനിച്ചാണ്. ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ നമ്മൾ കണ്ടു വേദനിച്ചാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കണ്ടു വേദനിച്ചാണ്. ഈ നാട്ടിലെ ഒരു സോഷ്യൽ വർക്കറുടെ നിലപാട് നമ്മൾ കണ്ടു വേദനിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാകേണ്ട ലക്ഷ്യം നമ്മളുടെ അടുത്ത തലമുറ ഒരു നല്ല മനുഷ്യനായി വളരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ ഏതു തലങ്ങളിലേക്ക് പോയാലും നമുക്ക് ഈ സമൂഹത്തിന് ഗുണകരമാകുന്നില്ല എന്നുള്ള. ഒരു പക്ഷേ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് 10th പ്ലസ് 2 ഉന്നത വിജയം നേടി വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവിടെ ഇനി നിങ്ങൾക്ക് നമ്മൾ കരുതുന്ന ഒരു ഘട്ടത്തിൽ കരുതിയിട്ടുണ്ട് 10th കഴിഞ്ഞാൽ ആശ്വാസമായി, പ്ലസ് 2 കഴിഞ്ഞാൽ ആശ്വാസമായി. അതല്ല, നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ കടമ്പ നിങ്ങൾ കാണുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ മുൻ തലമുറക്കാരായ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഈ നാട്ടിലുണ്ട്. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കൂട്ടുന്ന മാർക്കിനേക്കാൾ നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അപ്പുറത്തേക്ക്, നിങ്ങളുടെ മാർക്ക് ഷീറ്റിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ ഒരു വൃത്തികെട്ട സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ഇനി മാറണമെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയമുണ്ടാവാം, അതിനകത്ത് മതമുണ്ടാവാം, അതിനേക്കാളേറെ അതിനകത്ത് സമ്പത്തുണ്ടാവാം. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നത് എന്നുള്ളതാണ്. അത് ഞാനടക്കമുള്ള ഒരു തലമുറ ഇവിടെ ബോധപൂർവമായി സൃഷ്ടിച്ചു വെച്ചതാണ്. ആ സിസ്റ്റത്തെ അടുത്തൊരു തലമുറ പൊളിച്ചു കളഞ്ഞേ പറ്റൂ. അത് നിങ്ങൾ കരുതണം. അതിനാണ് നമ്മൾ ആദ്യം എടുക്കേണ്ട ഒരു നിലപാട്. ഞാനൊരു നല്ല മനുഷ്യനായിരിക്കും എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സഹജീവികളോട് കരുണയും സഹാനുഭൂതിയുമുള്ള ഒരു നല്ല മനുഷ്യത്വമുള്ള വ്യക്തിയായിരിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. തീർച്ചയായും ഈ വേദി ഒരു വലിയ പ്രസംഗത്തിനുള്ള വേദിയല്ല. ആമുഖമായി എനിക്ക് എൻ്റെ കമ്പനിക്ക് വേണ്ടി ആദ്യം നടത്തുന്ന ഒരു പരിപാടി എന്ന രീതിയിൽ ഇനി എല്ലാ വർഷവും നമ്മൾ തുടരുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു വേദി ആയതുകൊണ്ടാണ് ഇത്രയും ദീർഘമായി സംസാരിക്കേണ്ടി വന്നത്. മാത്രമല്ല, സൗത്ത് വോയിസ് സംഘടിപ്പിക്കുന്ന ഇത്തരം ഒരു പരിപാടി ആദ്യമാണ്. ഇത്രയും കുടുംബാംഗങ്ങളെ ഒരു വേദിയിലേക്ക് എത്തിക്കുന്ന ഈ പരിപാടി തീർച്ചയായും ഞങ്ങൾക്കിതിനകത്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ വീഴ്ചകളും കുറ്റങ്ങളും ഒക്കെ കാണാൻ കഴിയും. അതൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ അംഗങ്ങളെന്ന രീതിയിൽ നിങ്ങളതൊക്കെ ക്ഷമിച്ചും പൊറുത്തും ഈ പരിപാടിയുടെ വിജയത്തിന്, ഈ പരിപാടിയുടെ അവസാനം വരെ നിങ്ങൾക്കുണ്ടാകണമെന്ന് വളരെ അഭ്യർത്ഥിച്ചുകൊണ്ട്, മിനിസ്റ്റർ വന്നാലുടൻ തന്നെ നമ്മളതിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ തുടങ്ങുകയാണ്. മിനിസ്റ്റർ വരുന്നപടിയോടി എത്തും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ അവാർഡ് വിതരണ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് സൗത്ത് വിഷൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ
ബിനു പി ആണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ ഞാൻ പറഞ്ഞു, ആമുഖമായി പറഞ്ഞു, കേരള വിഷൻ എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ എണ്ണം പറഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പറയാറുള്ള കുറേ പേരുകൾ ഞാൻ പറയാം. റിലയൻസ് എന്ന് പറയും, ടാറ്റ എന്ന് പറയും, BSNL എന്ന് പറയും, ഭാരതി എയർടെൽ എന്ന് പറയും. ഈ കമ്പനികളോട് ഒപ്പം ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഉള്ള 4ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് നമ്മുടെ KCCL. 4ാം സ്ഥാനത്ത് രാജ്യത്താണ്, കേരളത്തിൽ 1ാം സ്ഥാനത്താണ്. ആ കമ്പനിയെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനാവശ്യമായ പിന്തുണ കൊടുക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ സമാരാധ്യനായ അധ്യക്ഷനാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകൻ, സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ കേരളത്തിൻ്റെ സാധാരണക്കാരുടെ വിഷയങ്ങളെ വിശകലനം ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ എടുക്കുകയും അവരുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് കേരള വിഷൻ ന്യൂസ്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഒരു പ്രാദേശിക വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ സ്ത്രീശക്തി യൂണിറ്റുകൾക്ക് വേണ്ട പരിഗണനയും പ്രോത്സാഹനവും നൽകുന്ന ഒരേ ഒരു മാധ്യമം ഇന്ന് കേരള വിഷൻ ന്യൂസാണ്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ സിബി PS ആണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി, കൊല്ലം ജില്ലാ സെക്രട്ടറി, ഞങ്ങളുടെ സഹപ്രവർത്തകൻ ശ്രീ M നൗഷാദ് അവറുകളെ, ഈ നൗഷാദ് അവറുകളെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടറും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ബാബു, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സൗത്ത് വിഷൻ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ കുര്യാക്കോസ് വൈദ്യർ, അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ താജ് ഗോപാലിനെ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻ്റർനെറ്റ് വ്യവസായത്തിനപ്പുറം സൗത്ത് വിഷൻ ഇന്ന് 2 പുതിയ ബിസിനസ് കൂടി നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ന് സോളാർ സിസ്റ്റത്തിലേക്ക്, കാരണം നമ്മുടെ കാലാവസ്ഥയുടെ മാറ്റം, അതുപോലെ തന്നെ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി നിരക്ക്, ഇതിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലാവസ്ഥാ മാറ്റത്തിന് നമുക്ക് കൂടുതൽ AC അടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടതായ സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വൈദ്യുതി നിരക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ സോളാർ അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ഇന്ന് ഞങ്ങൾ ഒരു സോളാർ ബിസിനസ് കൂടി സൗത്ത് വിഷൻ ആരംഭിക്കുകയാണ്. എല്ലാവരുടെ അനുഭവത്തോടു കൂടി ആരംഭിക്കുന്ന ആ ബിസിനസ്സിന് ഞങ്ങൾക്ക് ഏറെ സപ്പോർട്ട് തരുന്ന ഒരു കമ്പനി ജെപ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ജെപ്സിൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ പ്രശോഭാണ്. ജെപ്സിൻ്റെ ഡയറക്ടർ ശ്രീ പ്രശോഭിനെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ ഡയറക്ടർമാരായിട്ട് വേദിയിലുള്ള ശ്രീ ഷിബു, ശ്രീ ശ്രീജിത്ത് എസ് പിള്ള, ശ്രീ ലുലു, ശ്രീ രാജീവ് കുമാർ, ശ്രീ അജി, ശ്രീ അഫ്സൽ, ശ്രീ വിനോദ് കുമാർ അടക്കം മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകാവുന്ന നമുക്കറിയാം നല്ല പിന്തുണ മറ്റു സ്ഥാപനങ്ങളുടേത് കൂടി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ, ആദ്യത്തെ ഒരു സംരംഭമായിരുന്നിട്ട് കൂടി വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി ഈ കുറേ ബിസിനസ് ഗ്രൂപ്പുകൾ ഞങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അവരൊക്കെ നിശ്ചിത ഇടവേളകളിലാണ് ഇവിടേക്ക് എത്താമെന്ന് സംഭവിച്ചിട്ടുള്ളത്. എങ്കിലും ഈ ആദ്യ സെഷനിൽ തന്നെ വളരെ സമയകൃത്യത പാലിച്ചുകൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ധനലക്ഷ്മി ബാങ്കിൻ്റെ കൊല്ലം ബ്രാഞ്ച് ചീഫ് മാനേജർ കൂടിയായിട്ടുള്ള ശ്രീ ഷിബി ജോർജ് വളരെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യ സെക്ഷനിൽ തന്നെ പങ്കെടുത്ത് നമ്മളുടെ ഭാഗമായിട്ടുണ്ട്. ശ്രീമതി ഷിബി ജോർജിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇന്ന് ഈ അവാർഡിന് അർഹരായി ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ മിടുക്കരായ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടി തത്സമയം കൊല്ലം ജില്ലയിലെ 3 ലക്ഷത്തോളം വീടുകളിലേക്ക് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മീഡിയ പ്രവർത്തകർ, അതുപോലെ തന്നെ മറ്റു മാധ്യമ പ്രവർത്തകർ, ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിത്തന്ന് നമ്മളോടൊപ്പം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ മേഖലാ ഘടകങ്ങളുടെ ഭാരവാഹികൾ, പ്രവർത്തകർ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ്ലി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന സൗത്ത് സോളാർ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ഭാവിയിലെ വൈദ്യുതി ക്ഷാമത്തിൽ നിന്നും നിലവിലെ ഉയർന്ന വൈദ്യുതി നിരക്കിൽ നിന്നും പരിപൂർണ മോചനം എന്ന നിലയിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വലിയ പിന്തുണ ലഭിക്കുന്നു എന്നതിനാലും രാജ്യത്ത് സോളാർ ഉപഭോക്താക്കളുടെ എണ്ണം ദിനം തോറും ഏറി വരികയാണ്. എന്നാൽ ഈ സാഹചര്യത്തെ തീർത്തും കച്ചവടവൽക്കരിക്കുക വഴി സാമ്പത്തികമായും മറ്റും ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന സ്ഥിതിയും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് മികച്ച ക്വാളിറ്റിയും കുറഞ്ഞ നിരക്കിലും സോളാർ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സൗത്ത് വിഷൻ സൗത്ത് സോളാർ എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. സോ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. സോ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ സന്തോഷപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ശ്രീ പ്രവീൺ മോഹൻ, സംസ്ഥാന പ്രസിഡന്റ് ഓഫ് COA, അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ ഇൻവൈറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഒക്കേഷനിൽ നമ്മുടെ ഉദ്ഘാടകയായ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീമതി ജെ ചിഞ്ചുറാണി മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ ഈ ഒരു സ്പെഷ്യൽ ഡൈസിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി തിരക്കുകളുള്ളൊരു വ്യക്തിത്വമാണ്, എങ്കിലും ഈ ഒരു ഒക്കേഷനിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മാം. നമ്മുടെ ഉദ്ഘാടകയായിട്ടുള്ള ബഹുമാന്യമായ മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. നമ്മൾ ആമുഖമായി കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിലെ ഭാഗത്തേക്ക് കൂടുതൽ നമുക്ക് കിടക്കാനുള്ളൊരു സമയവും നമ്മുടെ പ്രശ്നമാണ്. കാരണം നമുക്ക് ഏതാണ്ട് 1 മിനിറ്റിൽ ഒരു അവാർഡ് കൊടുത്ത് മാറിയാൽ മാത്രമാണ് നമ്മുടെ ഈ സമയക്രമീകരണം പൂർത്തിയാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ വലിയൊരു രീതികളിലേക്ക് നമ്മൾ പോകുന്നില്ല. അതിൻ്റെ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യുകയാണ്. മിനിസ്റ്റർക്ക് നമ്മളെ അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. കൊല്ലത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് മിനിസ്റ്റർ. അത് സൗത്ത് വിഷൻ എന്താണെന്നെങ്കിലും കേരള വിഷൻ എന്താണെന്നും ഒക്കെ വളരെ വ്യക്തമായി മിനിസ്റ്റർക്ക് അറിയാം. അതിലൊരു ആമുഖ പ്രസംഗത്തിൻ്റെ ആവശ്യകതയില്ല. കാരണം ഇന്നലെ കൊല്ലം ജില്ലയിലെ 10 സ്ത്രീശക്തി യൂണിറ്റുകളെ, മൈക്രോ യൂണിറ്റുകളെ നമ്മൾ തിരഞ്ഞെടുത്ത് ആദരിച്ച ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള വിഷനെക്കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ടതായ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏറെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ മുഴുവൻ കേരള വിഷൻ കുടുംബാംഗങ്ങളുടെയും അനുവാദത്തോടു കൂടി ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവരുകളെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഏതൊരു ചടങ്ങിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസിൽ തന്നെയാണ്. സോ ആയതിനാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ലാമ്പിൽ ലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചടങ്ങിന് തുടക്കം കുറിക്കുന്നതായിരിക്കും, ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ ഒരു ഒക്കേഷനിൽ വളരെ സന്തോഷപൂർവ്വം തന്നെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സോ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. തീർച്ചയായിട്ടും ദീപം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. സോ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ ഒരു ദീപം ലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ ചടങ്ങിന് തുടക്കം കുറിക്കുന്നു. സോ എല്ലാവർക്കും ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി മാം ഈ ഒരു ഒക്കേഷനിൽ ലാമ്പ് ലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചടങ്ങിന് തുടക്കം കുറിക്കുന്നതായിരിക്കും. സ്റ്റേജിലുള്ള ബാക്കി എല്ലാവർക്കും ഈ ഒരു ഒക്കേഷനിൽ ലാമ്പിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ ഒരു ടൈമിൽ ലാമ്പ് ലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചടങ്ങിന് തുടക്കം കുറിക്കുകയാണ്. സോ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്നേഹവും ബ്ലെസ്സിങ്സും ഒക്കെ നല്ലൊരു കയ്യടിയിലൂടെ കൂടെ തന്നെ എക്സ്പ്രസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് മാം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേജിലുള്ള മറ്റു വ്യക്തിത്വങ്ങളെ കൂടി ഈ ഒരു സമയത്ത് തിരി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം
അങ്ങേയറ്റം സന്തോഷപൂർവ്വം ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. കേരള വിഷൻ സൗത്ത് വിഷൻ സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡ് 2025 ലാംപ് ലൈറ്റിംഗ് സെറമണിയാണ് നമ്മൾ ഈ ഒരു ഒക്കേഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലാപ്പ് കൊടുക്കാം കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മിനിസ്റ്റർ ഏറെ തിരക്കുകൾ നിറഞ്ഞൊരു വ്യക്തിത്വമാണ്. എങ്കിലും ഈ ഒരു ടൈമിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററിനെ ഈ ഒരു ടൈമിൽ സ്പീച്ചിന് വേണ്ടിയിട്ട്, ഒരു ഇനാഗുറൽ സ്പീച്ചിന് വേണ്ടിയിട്ട് വളരെ സന്തോഷപൂർവ്വം നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ പോഡിയത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്രിയങ്കരനായ അധ്യക്ഷൻ, സൗത്ത് വോയിസിൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ ബിനു, സ്വാഗതം പറഞ്ഞ മാനേജിംഗ് ഡയറക്ടർ സൗത്ത് വോയിസ് ശ്രീ ബിനു ശിവദാസ്, സൗത്ത് സോളാർ ലോഞ്ചിങ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്ന സംസ്ഥാന പ്രസിഡൻറ്റും COAയും കൂടിയായ പ്രവീൺ മോഹൻ അവർകൾ, ശ്രീ PSCB ചെയർമാൻ കേരള വിഷൻ ന്യൂസ്, അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള കൊല്ലത്തിൻ്റെ പ്രിയങ്കരിയായ മേയർ ശ്രീമതി ഹണി ബെഞ്ചമിൻ, പ്രിയപ്പെട്ട ഇരൂരം നിയോജക മണ്ഡലത്തിൻ്റെ MLA ശ്രീ നൗഷാദ്, പ്രിയങ്കരനായ MLAമാരായ ശ്രീ PC വിഷ്ണുനാഥ്, ശ്രീ PS സുബാൽ, ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ശ്രീ സുജിത് വിജയൻ, ശ്രീ CR മഹേഷ്, VS ജ്യോതികുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് COA, ശ്രീ നിസാർ കോയാംപറമ്പൻ സംസ്ഥാന സെക്രട്ടറി COA, ശ്രീ ബിജുകുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, ശ്രീ തോമസ് P ചാക്കോ ഡയറക്ടർ KCCL, CBPS ഡയറക്ടർ KCCL, ശ്രീ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രിയങ്കരായ രക്ഷകർത്താക്കളെ, സൗത്ത് വിഷൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങളെ, സൗത്ത് വിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള പ്രിയങ്കരായ വ്യക്തികളെ, കുടുംബ സുഹൃത്തുക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ സൗത്ത് വിഷൻ സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡ് 2025 ഞാൻ പങ്കെടുക്കുന്നു. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ കേരള വിഷൻ്റെ വിപുലമായ പരിപാടി കൊല്ലം ജില്ലയിലും ഇന്നലെ സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് സ്റ്റുഡൻസ് എല്ലായിരുന്നു അതിൽ പങ്കെടുത്തത്. കേരളത്തിലെ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലെ കുടുംബശ്രീ സംരംഭകത്വം എന്ന നിലയിൽ ഏറ്റവും നല്ല സംരംഭകരായി തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീയെ 10 കുടുംബശ്രീയെ ആദരിക്കപ്പെടുക, സ്നേഹാദരവ് കൊടുക്കുക എന്ന വലിയ ചടങ്ങാണ് അവർ സംഘടിപ്പിച്ചത്. അത് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും നടപ്പിലാക്കിക്കൊണ്ട് അതിൻ്റെ തന്നെ ഒരു മെഗാസ്റ്റാർ പോലെ അതിൽ നിന്നും സംസ്ഥാനത്തെ ഏറ്റവും നല്ല കുടുംബശ്രീകളെ തിരഞ്ഞെടുക്കപ്പെടുന്ന തരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആ കുടുംബശ്രീയെ പോലും ഇളക്കി കൊണ്ടുവരുവാൻ കേരള വിഷന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ഇന്നലെ അവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും കുടുംബശ്രീ എന്ന ആൾക്കാർ കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഉന്നത തലങ്ങളിൽ നിന്ന് കളിയാക്കുന്നത് പലപ്പോഴും കേൾക്കും. എന്തെങ്കിലും മിച്ചറോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനവും മാത്രം ചെയ്തുകൊണ്ട് അതിൻ്റെ പാക്കറ്റുകൾ മാറ്റി ഇത് മാത്രം വിൽപ്പന നടത്തുന്ന ആൾക്കാരാണ് കുടുംബശ്രീ എന്ന് ചില ആൾക്കാരുടെ മനോഭാവത്തിൽ ഉണർന്നു വരുന്നത് പലപ്പോഴും ചില പൊതുവേദിയിൽ പ്രകടിപ്പിക്കാറുണ്ട്. ഇന്നലെ നേരിൽ കാണുവാൻ സാധിച്ചു. എനിക്ക് സാധാരണ കുടുംബശ്രീയുടെ പ്രവർത്തനം അറിയാം, അവരുടെ പ്രവർത്തനങ്ങൾ അറിയാം, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാൾ എന്ന നിലയിൽ
പക്ഷേ അത്തരത്തിൽ ഇന്നലെ ഞങ്ങൾ കണ്ടപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി അവിടെ ഇരിക്കുന്ന പലർക്കും കാണുവാൻ സാധിച്ചത് ഏറ്റവും നല്ല ഫാഷൻ ഡിസൈനിങ്ങിൽ മുന്നോട്ട് വരുന്ന കുടുംബശ്രീയെ കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നല്ല ഈ അമൃതം എന്ന് പറയുന്ന ഒരു പൊടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടി വിതരണം ചെയ്യുന്നത്, അതുൾപ്പെടെ ഭക്ഷ്യ സാധനം എന്ന നിലയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ, ചപ്പാത്തി വളരെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് അടുത്ത 3-4 ജില്ലകളിൽ കൊടുക്കുന്നു, ഐസ്ക്രീം ഉൽപ്പാദിപ്പിച്ച് 4 ജില്ലകളിൽ കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംരംഭങ്ങളിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഉയർന്നു നിൽക്കുന്ന ഒട്ടേറെ നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തകർക്ക് അവാർഡ് കൊടുക്കുക എന്നുള്ള ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ ജനം മനസ്സിലാക്കിയത് നിസ്സാരമല്ല കുടുംബശ്രീ എന്നുള്ളത്. അപ്പോൾ പുരുഷനോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഉയർന്നു വരുവാൻ, എല്ലാ മേഖലകളിലും കടന്നു കയറുവാൻ ആ കുടുംബശ്രീക്ക് കഴിഞ്ഞു. അത് വളരെ അഭിമാനകരമായി നമ്മുടെ കേരള വിഷൻ ഇന്നലെ കൊല്ലത്ത് സംഘടിപ്പിച്ച പരിപാടിയിലൂടെ വ്യത്യസ്തയാർന്ന ആൾക്കാർ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാണുവാൻ സാധിച്ചു. ഇന്ന് കേരള വിഷന് തന്നെ വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുന്ന, അവർക്ക് വേണ്ടുന്ന, അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന മറ്റൊന്നാണ് നമ്മുടെ സൗത്ത് വിഷൻ. കൊല്ലം ജില്ലയിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് സൗത്ത് വിഷനിലൂടെയും ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരുന്നത്. ആ സൗത്ത് വിഷൻ നമുക്കറിയാം കേരള വിഷൻ്റെ തന്നെ അവരുടെ തന്നെ താഴോട്ടുള്ള ചാനലുകളിൽ ഒന്നായി ഇന്ന് അവർക്ക് മാറുവാൻ കഴിയും. ഒരുപാട് ആയിരക്കണക്കിന് നമുക്കറിയാം ആ ചാനൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കേരളത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൊല്ലം ജില്ലയെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചപ്പോൾ, അവർക്ക് സ്നേഹാദരവ് എന്ന തരത്തിൽ ഇത് സംഘടിപ്പിച്ചപ്പോൾ ഒട്ടേറെ കുടുംബാംഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളുമായി ഇന്നിവിടെ ഈ അവാർഡ് ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്നു. വിദ്യാഭ്യാസപരമായി വളരെയധികം ഉന്നതി നേടിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഒരു പക്ഷേ നാം എടുത്ത് ചിന്തിക്കുമ്പോൾ രാജ്യത്തിന് മാതൃകയായ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമെന്ന് നമുക്ക് വേണമെങ്കിൽ ഈ കേരളത്തെ നമുക്ക് സൂചിപ്പിക്കുവാൻ കഴിയും. ആ കേരളത്തിൽ നമുക്കറിയാം ഇന്ന് പഠിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ പ്രത്യേകിച്ച് നാം എടുത്തു നോക്കുമ്പോൾ സ്കൂളുകളൊക്കെ തന്നെ ഹൈടെക് സ്കൂളുകളാക്കി മാറ്റുവാൻ, ആധുനിക സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുവാൻ, കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പഠിക്കുവാനുള്ള എല്ലാ സംവിധാനത്തിലും ഉയർന്നു നിൽക്കുവാൻ നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് സ്കൂളുകൾക്ക് കഴിഞ്ഞു. എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളെടുത്ത് പരിശോധിക്കുമ്പോൾ ആ സ്കൂളുകളും ഒട്ടും മോശമല്ലാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം റാങ്കിങ് വ്യവസ്ഥയൊന്നും കേരളത്തിലില്ല. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുമ്പോൾ 10ഉം 15ഉം റാങ്ക് വരെയുള്ള കുട്ടികൾ പത്രമാധ്യമങ്ങളിലൂടെ അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് റാങ്കിങ് ഒക്കെ എടുത്തു മാറ്റി എല്ലാ കുഞ്ഞുങ്ങൾക്കും ഗ്രേഡിംഗ് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ A+ലൂടെ ഉയർന്നു വരുന്ന കുട്ടികളുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വർധനവാണ്. ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് ഞാനിന്ന് സൂചിപ്പിക്കുകയാണ്, ഞങ്ങളുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ മാത്രം ഞങ്ങളൊരു വലിയ നമ്മുടെ കുട്ടികളുടെ ആദരവ് SLC +2 കുട്ടികളുടെ ആദരവ് സംഘടിപ്പിച്ചപ്പോൾ 1200 കുട്ടികൾക്ക് ഞാൻ ഒരുമിച്ച് ഇതുപോലുള്ള ആദരവ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചു. വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഇത്രയധികം കുട്ടികൾ A+ലേക്ക് ഉയർന്നു വരിക എന്ന് കേൾക്കുമ്പോൾ 95% മാർക്ക് നേടിയ കുട്ടികളാണ് A+ൽ വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ നിലയിലേക്ക് ഉയർന്നു വരുവാൻ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിൽ വന്ന മാറ്റമാണ്, ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്ന മാറ്റമാണ്. അധ്യാപകർക്കുൾപ്പെടെ നല്ല പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസം മാറിയപ്പോൾ നമുക്കറിയാം ഇന്ന് പഴയകാല വിദ്യാഭ്യാസമല്ല നമ്മുടെ സ്കൂളിലുള്ളത്. പണ്ട് നമുക്കറിയാം ടെസ്റ്റ് എടുത്ത് വെച്ച് വായിക്കുന്ന അധ്യാപകരെ നമുക്ക് കാണുവാൻ കഴിയും. പദ്യഭാഗങ്ങളും ആ ടെസ്റ്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന അധ്യാപകർ, അതിൻ്റെ നോട്ടുകൾ അതിലൂടെ പറഞ്ഞു തരുന്ന അധ്യാപകർ, അത് കഴിയുമ്പോൾ അത്യാവശ്യം ടെസ്റ്റ് പേപ്പർ ഉൾപ്പെടെ നടത്തുന്ന നമ്മുടെ സ്കൂളിൻ്റെ അധ്യാപകർ. ഇന്ന് ആ പഠന രീതി മാറ്റിക്കൊണ്ട് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിലേക്ക് ഉയർന്നു വരുവാനും നമ്മുടെ അധ്യാപകർ പാഠ്യേതര വിഷയങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുവാനും ഒക്കെയുള്ള തരത്തിലുള്ള വിദ്യാഭ്യാസം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ നല്ലതുപോലെ പാഠപുസ്തകങ്ങൾ വായിച്ചെടുക്കുന്ന കുട്ടികൾക്ക് നല്ലതുപോലെ ഉത്തരങ്ങൾ എഴുതുവാനും 1200 മാർക്ക് മേടിക്കുവാനും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുണ്ട്.
അതുകൊണ്ടാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ A+ലൂടെ ഉയർന്നു വരുവാൻ, നല്ല ഗ്രേഡിങ്ങിലൂടെ അവർക്ക് വരുന്നു. അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തുടർന്ന് നമുക്കറിയാം +2 കഴിഞ്ഞാലും SLC കഴിഞ്ഞാലും പഠിക്കത്തക്ക നിലയിലുള്ള ആധുനിക സംവിധാനവും ഇന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും അവാർഡുകൾ കൊടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പം നമ്മൾ പോയാൽ രക്ഷകർത്താക്കളായിരിക്കും ഏറ്റവും കൂടുതൽ അവാർഡുകൾ ഏറ്റുവാങ്ങുന്നത്. കാരണം പലരും പഠിക്കുവാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് MBBSൻ്റെയൊക്കെ എൻട്രൻസ്, അതോടൊപ്പം തന്നെ എൻജിനീയറിങ്ങിൻ്റെ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അത് നാഷണൽ തലത്തിൽ പോകുവാനുള്ളതും ഒക്കെ അവർ പഠിക്കുവാൻ വേണ്ടി പല മേഖലകളിലേക്കും അവർ പോയി കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ഒട്ടേറെ റാങ്കിങ്ങിൽ വന്ന ഒട്ടേറെ കുട്ടികൾക്ക് MBBSൻ്റെ അഡ്മിഷൻ ഉൾപ്പെടെ കിട്ടുന്ന തരത്തിലേക്കും ഇന്ന് കേരളം പോകുകയാണ്. അതൊരു വലിയ മാറ്റമാണ് കേരളത്തെ സംബന്ധിച്ച്. നമുക്കറിയാം ഇന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ചെന്നാലും മറ്റിതര സംസ്ഥാനങ്ങളിൽ ചെന്നാലും അവിടെ എല്ലാം മലയാളികൾ ഉന്നത തലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ട് അങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് ഏത് രാജ്യത്തും അവർക്ക് ഉദ്യോഗസ്ഥരായി മാറുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു വിദ്യാഭ്യാസമാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കുറക്കെ പറയുവാൻ പറ്റും. ആ തരത്തിൽ പറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഗവൺമെൻറ് ഇന്ന് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം +2 കഴിഞ്ഞ കുട്ടികൾക്ക്, അതുപോലെ SLC കഴിഞ്ഞ കുട്ടികൾക്ക് +1 അഡ്മിഷൻ കിട്ടുവാൻ വലിയ ബുദ്ധിമുട്ട് എന്നുള്ളത് പത്രവാർത്ത നമ്മൾ കണ്ടു. ആ വാർത്ത കണ്ടപ്പോൾ തന്നെ കേരള ഗവൺമെൻറ് ഇടപെട്ടു. കാരണം ഇത്തവണയും കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ കുട്ടികൾ നമുക്ക് 10ാം ക്ലാസ് വിജയിച്ച് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് +1 അഡ്മിഷൻ കിട്ടണമെങ്കിൽ സ്കൂളുകളിൽ അവർക്ക് അഡ്മിഷൻ കിട്ടണം. A+ കിട്ടിയ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ള വാർത്ത മലബാർ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ മലബാർ മേഖലകളിലെ സ്കൂളുകളെടുത്ത് പരിശോധിച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളുകൾക്ക് അഡീഷണൽ ബാച്ച് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ A+ കിട്ടിയ കുട്ടികൾക്ക്, ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടികളെയെല്ലാം അവർക്ക് അഡ്മിഷൻ കിട്ടുന്ന തരത്തിലേക്ക് ഈ ഗവൺമെൻറ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഒരു മാറ്റവുമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള കോളേജുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള ഇറാനിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടം, അമേരിക്ക പലരെയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിലും നമ്മുടെ മലയാളികളായിട്ടുള്ള പഠിക്കുവാൻ പോയ, വിദ്യാഭ്യാസം ചെയ്യുവാൻ പോയ, അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരായിട്ട് പോയിട്ടുള്ള ആൾക്കാരൊക്കെ കേരളത്തിലേക്ക് അവിടുന്ന് അവരെയെല്ലാം രക്ഷപ്പെടുത്തി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിഞ്ഞത്. ഇനിയും ചില മലയാളികൾ അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടത്. അവരെയും അവസാനഘട്ടം അവരെയും കേരളത്തിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ന് ഗവൺമെൻറ് മുന്നൊരുങ്ങുന്നു. നമുക്കിപ്പോൾ മനസ്സിലാകുന്നു, ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും പോയി ഉപരിപഠനം നേടുവാൻ പോകുന്ന ഒട്ടേറെ ആൾക്കാരെ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം വളരെ മോശമായതിനാണോ പോകുന്നത്? നമുക്കറിയാം ഇന്നും പല ചെറിയ കുടുംബത്തിലെ ആൾക്കാർ വീടുകൾ പോലും പടയും വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ പഠിപ്പിക്കുവാൻ വേണ്ടി വിടും. തിരിച്ചു വരുമ്പോൾ സ്വന്തം വീടുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നല്ല സ്കോളർഷിപ്പ് കിട്ടി ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന കുട്ടികൾക്ക് നമുക്ക് ബുദ്ധിമുട്ട് പറയുവാൻ നമുക്ക് സാധ്യമല്ല. അവരൊക്കെ പഠിച്ച് ആ സ്കോളർഷിപ്പിലൂടെ അവർക്ക് ഉയർന്നു വരുവാൻ സാധിക്കും. പക്ഷേ വീട് പണയം വെച്ച് പോകുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അങ്ങനെ നമ്മുടെ കുട്ടികളെ വിടാതെ നമ്മുടെ കേരളത്തിൽ തന്നെ അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള, മറ്റിതര വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇന്ന് നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, അവരൊക്കെ സ്കൂളിലും കോളേജിലുമൊക്കെ പോകുന്നുണ്ട്. ഒരു വലിയ വിപത്ത് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായത് നമുക്കറിയാം. രാസലഹരി കേരളത്തിലേക്ക് ഇന്ന് കടന്നു കയറുകയാണ്. ആ രാസലഹരിക്കെതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ കേരളത്തിലെ ഗവൺമെൻറ്, സാംസ്കാരിക സംഘടനകളെല്ലാം ഇന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നു. നമ്മുടെ സ്കൂളുകളിലും കോളേജിലും ആ സ്കൂൾ ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലഹരി ഇന്ന് വ്യാപകമായ നിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ലഹരി ഇല്ലായ്മ ചെയ്യുവാനുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മെപ്പോലെയുള്ള ആൾക്കാർ നമുക്ക് മുന്നോട്ട് വരണം. കാരണം ലഹരിക്ക് അടിമയായി പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.
ആ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യത കേരളത്തിലെ നമ്മുടെ രക്ഷകർത്താക്കൾ തന്നെ ഏറ്റെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ അവർ പഠിക്കാൻ തന്നെയാണോ പോകുന്നത്? അവർക്ക് എന്തെങ്കിലും മാനസിക വിഷമമുണ്ടോ? ഇതൊക്കെ തിരിച്ചറിയുവാൻ നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും സമൂഹത്തെ നാം കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടുകൂടി കാണുവാനും അവരെ പരിചരിക്കുവാനും അവരുടെ വിഷമതകൾ മനസ്സിലാക്കുവാനും വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലഹരി നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് മാറ്റിമറിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, ഇന്ന് 13 വയസ്സുള്ള ആൺകുട്ടിയും അതോടൊപ്പം തന്നെ പെൺകുട്ടികളും ഇവരെല്ലാം ഇന്ന് ലഹരിക്ക് അടിമയാകുന്നു. അവരടിമയാകുന്ന മാത്രമല്ല, സ്വന്തം സഹോദരിക്ക് പോലും ലഹരി കൊടുത്ത കൊച്ചു ആൺകുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. സ്വന്തം അച്ഛനമ്മമാരെ വെട്ടി പരിക്കേൽപ്പിച്ച നമ്മുടെ മകനും ഉള്ള ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ന് ജയിലിൽ ആ മകൻ കിടക്കുമ്പോൾ രക്ഷകർത്താക്കൾ പറയുന്നു, ഞങ്ങളിനി വീട്ടിൽ താമസിക്കുന്നില്ല, വൃദ്ധസദനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു എന്ന് പറയുന്ന രക്ഷകർത്താക്കളും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഈ രാസലഹരിക്കെതിരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ശക്തമായ നിലയിൽ നാം മുന്നോട്ട് വരണം. അത് ഉപയോഗിക്കുന്നവരെ തടയുവാനുള്ള പ്രവണത നിങ്ങളുടെ പോലെയുള്ള സഹപാഠികൾക്കും കഴിയണം, രക്ഷകർത്താക്കൾക്കും കഴിയണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. സൗത്ത് വിഷൻ ഇത്തരത്തിലുള്ള വിപുലമായ നിലയിൽ കൊല്ലം ജില്ലയിൽ നമുക്കറിയാം, സൗത്ത് വിഷൻ്റെ ശ്രോതാക്കളായിട്ടുള്ള ആൾക്കാർ മുഴുവൻ അവരുടെ മക്കളെ അവർ പഠിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നേടിയപ്പോൾ അവരെയൊക്കെ ഇവിടെ വിളിച്ച് ആദരിക്കുക എന്നുള്ള ചടങ്ങ് സംഘടിപ്പിക്കുവാൻ മുൻകൈയെടുത്ത സൗത്ത് വിഷനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ സൗത്ത് വിഷൻ സ്റ്റുഡൻറ് സ്റ്റാർ അവാർഡ് ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.